ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ഒരു മുത്തഖിയായി ജീവിക്കാൻ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഒരു മുവഹിദായിക്കൊണ്ട് മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടാകണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകൾക്കും വിശിഷ്യ പൊതുമേഖലകളിൽ നമ്മൾ ഇടപെടുന്ന ദഅവത്ത് പോലെയുള്ള രംഗങ്ങളിൽ നമ്മുടെ നീയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും എത്ര കണ്ട് ഇഖ്ലാസ് നമുക്കുണ്ടോ അതാണ് നമ്മുടെ ഇബാദത്തുകളുടെ സ്വീകാര്യത ചൂണ്ടിക്കാണിക്കുന്നത് എന്നും അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ സംസാരിച്ചത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഇബാദത്തുകൾ, പ്രത്യേകിച്ചും മറ്റുള്ള ആളുകൾ ഇടപെടുന്ന രംഗങ്ങളിലുള്ള ഇബാദത്തുകൾ, ദഅവത്തിന്റെ മേഖലകൾ പോലെ നമ്മൾ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ, ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു പരിപാടിക്കോ ആ ഒരു വിളിക്കോ ഒരു സ്വീകാര്യത ഉണ്ടാകണം. ഇത് ആളുകൾക്ക് പ്രയോജനപ്പെടണം, ഇത് ആളുകൾക്ക് മനസ്സിലാകണം, ഇത് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്നുള്ള നിലക്ക്
മറ്റുള്ള ആളുകൾ ഇടപെടുന്ന ഇബാദത്തുകൾക്ക് നമ്മുടെ നീയത്തുകളെ ശരിയാക്കാൻ വലിയ പ്രയാസം. പ്രത്യേകിച്ചും നമ്മുടെ വ്യക്തിപരമായ ഇബാദത്തുകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഖുർആൻ പഠനങ്ങൾ, ഇവിടെയൊക്കെ നമ്മുടെ നീയത്തുകളെ ശരിയാക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ ബുദ്ധിമുട്ടാണ് ആളുകളുമായി ഇടപഴകുന്ന രംഗങ്ങളിലുള്ള നമ്മുടെ ഇസ്ലാമികമായ ഇടപാടുകളും അതിന്റെ നീയത്തുകളും ഇഖ്ലാസുകളും ഒക്കെ. പ്രത്യേകിച്ചും രണ്ട് തിരിച്ചറിവുകളുണ്ട് എങ്കിൽ, ഒരു മനുഷ്യന് രണ്ട് കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ഒരു തിരിച്ചറിവുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അതിന്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാക്കാനും അവന്റെ നീയത്ത് ശരിയാക്കാനും അത് നമുക്ക് ആ തിരിച്ചറിവുകൾ വല്ലാതെ ഉപകാരപ്പെടും. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഹുനൈൻ യുദ്ധത്തിന്റെ സമയം, ഹുനൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ ധീരനായ ഒരു യോദ്ധാവ്, ആ വ്യക്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കമന്റ് പറഞ്ഞു. എന്താണത്? ഹാദാ മിൻ അഹ്ലിന്നാർ, ഈ മനുഷ്യൻ നരകത്തിന്റെ ആളാണ്, നരകത്തിന്റെ ആളാണ് ഈ മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറഞ്ഞു. എന്നാൽ ഫലമ്മ ഹദറൽ ഖിതാൽ, യുദ്ധത്തിന്റെ സമയം എത്തിയപ്പോൾ ആ മനുഷ്യൻ യുദ്ധത്തിൽ വല്ലാതെ ആളുകളെ കൊന്നൊടുക്കുന്ന വിഷയത്തിലാണ് എങ്കിലും ധീരതയോടുകൂടി തന്റെ നെഞ്ചു വിരിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ആ യുദ്ധത്തിൽ അദ്ദേഹം നല്ല രൂപത്തിൽ അദ്ദേഹം പെർഫോം ചെയ്തു. അദ്ദേഹത്തിന് ധാരാളം മുറിവുകളേറ്റു, ഒരുപാട് വലിയ പ്രയാസത്തിലായി. അദ്ദേഹത്തെ കൊണ്ട് ആ യുദ്ധത്തിന് വലിയ പ്രയോജനമുണ്ടായി, അദ്ദേഹത്തിന് വലിയ പ്രയാസവും നേരിടേണ്ടി വന്നു, വലിയ മുറിവുകൾ ഉണ്ടായി. അപ്പൊ സ്വഹാബികൾ ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ല റസൂലേ, ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അല്ലദീ ഖുൽത ഇന്നഹു മിൻ അഹ്ലിന്നാർ, റസൂലേ, റസൂല് പറഞ്ഞത് ആ മനുഷ്യൻ നരകത്തിന്റെ ആളാണ് എന്നല്ലേ. പക്ഷെ ഒരു മനുഷ്യൻ ജിഹാദിന് വേണ്ടി സ്വന്തം നഫ്സിനെ പണയപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തിൽ ഇത്രയേറെ മുന്നേറിക്കൊണ്ട് യുദ്ധത്തിൽ ഇത്രയേറെ നമുക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ഇസ്ലാമിനെ ഇത്രയേറെ സഹായിക്കാൻ ആ മനുഷ്യൻ മുന്നോട്ട് വന്നു. അദ്ദേഹം ഏറെ പ്രയാസപ്പെട്ടു. അത്ര ബുദ്ധിമുട്ടി അദ്ദേഹം ആ യുദ്ധത്തിൽ നമ്മുടെ കൂടെ പങ്കെടുത്തില്ലേ, എന്നിട്ട് അദ്ദേഹം മരണപ്പെട്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞു, ആ മനുഷ്യൻ നരകത്തിന്റെ ആളാണ്, അഹ്ലിന്നാർ, അവൻ നരകത്തിന്റെ ആളാണ്. അപ്പോഴാണ് ഇവരിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നഹു ലം യമുത്ത്, ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടില്ല കേട്ടോ, ആ മനുഷ്യൻ മരണപ്പെട്ടില്ല, വലാകിൻ ബിഹി ജിറാഹുൻ ശദീദ്, ആ മനുഷ്യന് വലിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ രാത്രി സമയമായി, ഫലമ്മ കാന മിനൽ ലൈൽ, അങ്ങനെ രാത്രി സമയമായപ്പോ ലം യസ്ബിർ അലൽ ജിറാഹ് ഫൻതഹം, ആ മനുഷ്യന് തന്റെ മുറിവുകളുടെ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ യുദ്ധത്തിൽ ഉപയോഗിച്ച തന്റെ വാൾ ഉപയോഗിച്ച് തന്റെ ശരീരത്തിൽ കുത്തിയിറക്കി ആ മനുഷ്യൻ മരണപ്പെട്ടു. ഈ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും അടുക്കലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാൽ, ജനങ്ങളോട് ഇങ്ങനെ പറയൂ, അലാ ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സും മുസ്ലിം, ഒരു മുസ്ലിമായ നഫ്സല്ലാതെ, ഒരു മുസ്ലിമിന്റെ നഫ്സല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ബിലാൽ എന്ന് ജനങ്ങളോട് പറയൂ. അതിന്റെ ഒപ്പം ഒരു കാര്യം കൂടെ പറയണം, വ ഇന്നല്ലാഹ ലാ യുഅയ്യിദു ഹാദ ദീന ബിർറജുലിൽ ഫാജിർ. നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി ഏറെ ഭയപ്പാടോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കേണ്ടുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണ്. വ ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുഅയ്യിദു ഹാദ ദീൻ, ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും, ബിർറജുലിൽ ഫാജിർ, ഫാജിറായ ഒരു മനുഷ്യനെ കൊണ്ട്, മോശക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സഹായിക്കും എന്നാണ്. നോക്കൂ, ആരാണ് ഈ ഫാജിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറയുക, ഫയശ്മലുൽ ഫാജിർ, ഈ ഫാജിർ എന്ന് ഈ ഹദീസിൽ ഉദ്ദേശിച്ചത് അൽ കാഫിർ, ഒരു കാഫിറാകാം, വൽ മുസ്ലിം അല്ലദീ ലദൈഹി ബഅ്ദുൽ മആസി, ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യുന്ന, അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്ന, പാപങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിമും ആകാം, കാഫിറും ആകാം, ഒരു മുസ്ലിമും ആകാം.
എന്നാൽ കൂടുതൽ യോജിച്ചത് അതൊരു മുസ്ലിമാണ്, കൂടുതൽ തെറ്റുകളൊക്കെ ചെയ്യുന്ന, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോകുന്ന ഒരു മുസ്ലിമിനെയാണ് അവിടെ ഈ ഹദീസിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സഹായിക്കുന്നത് ഒരു മുഅ്മിനിനെ കൊണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഒരു മുസ്ലിം ആയിരിക്കണം, എല്ലാം കറകളഞ്ഞ ഒരു നല്ല തൗഹീദുള്ള ഒരു മുത്തഖിയായ മനുഷ്യനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സഹായിക്കൂ എന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ച് അവിടുന്ന് ഇമാം നവവി റഹ്മഹുല്ല അദ്ദേഹം പറയാ, ഹാദർ റജുൽ, ഈ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ലം യകും മുനാഫിഖൻ, ആ മനുഷ്യനൊരു മുനാഫിഖൊന്നുമല്ല. വഇന്നമാ കാന ളഈഫൽ ഈമാൻ, ആ മനുഷ്യനുള്ളത് ഈമാനിന് അത്ര കണ്ട് ഒരു സ്ട്രെങ്ത് ഒന്നും ആ മനുഷ്യനില്ല, അത്ര കണ്ട് ഉറച്ച ഒരു ഈമാനൊന്നുമല്ല. ളഈഫൽ ഈമാൻ, കുറച്ച് ദുർബലമായ ഈമാനാണ് അദ്ദേഹത്തിനുള്ളത്. ഫഅജ്ജല ലിനഫ്സിഹിൽ ഉഖൂബത ബിഫഇലിഹി ദാലിക, അദ്ദേഹം അങ്ങനെ ചെയ്തത് ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ക്ഷമയില്ലാത്തത് കൊണ്ടാണ്, ധൃതിക്കാരനായതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലൂടെ, ആ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, നമ്മളെ കൊണ്ട് ഈ ദീനിന് ഉപകാരമുണ്ടാകുന്നുണ്ട്, നമ്മൾ കാരണം ആളുകൾക്ക് ഈ ദീൻ എത്തുന്നുണ്ട് എന്നത് നമ്മളൊരു നല്ല മുസ്ലിമാണ് എന്നതിന് അർത്ഥം വെക്കാൻ പാടില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാ, വയുഅയ്യിദുൽ ഇസ്ലാം ബിർറജുലിൽ ഫാജിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാജിറായ ഒരു മോശക്കാരനായ മനുഷ്യനെ കൊണ്ട് വയുഅയ്യിദുൽ ഇസ്ലാം, അല്ലാഹു ഈ ദീനിന് ഉപകാരമുണ്ടാക്കും. ഏതുപോലെ കമാ യുഅയ്യിദുഹു ബിൽ മുഅ്മിനി തഖി, മുത്തഖിയായ തഖ്വയുള്ള നല്ല ഒരു കറകളഞ്ഞ മുഅ്മിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സഹായിക്കുന്നത് പോലെ തന്നെ, അതാണ് കമാ യുഅയ്യിദു, ഏതുപോലെയാണോ, എപ്രകാരമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനെ കൊണ്ട്, നല്ല തഖ്വയുള്ള ഒരു മുഅ്മിനിനെ കൊണ്ട് ഈ ദീനിന് ഉപകാരം ഉണ്ടാക്കുക, അല്ലാഹു അതുപോലെ തന്നെ ഒരു ഫാജിറിനെയും ഉപയോഗിച്ച് ഈ ദീനിന് ഉപകാരം ഉണ്ടാക്കും. തെറ്റുകൾ ചെയ്യുന്ന, അള്ളാഹുവിന്റെ തൃപ്തി ഇല്ലാത്ത ആളുകളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന് ഉപകാരം ഉണ്ടാക്കും. ഈ ഹദീസിൽ നിന്ന് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ധാരാളം സലഫി പണ്ഡിതന്മാർ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുത്തിട്ടുണ്ട്. നോക്കൂ, ഇമാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് തന്റെ മജ്മൂഉൽ ഫതാവയിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയാൻ, യുഅയ്യിദുല്ലാഹു ദീനഹു ബിർറജുലിൽ ഫാജിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മോശക്കാരനെ കൊണ്ട്, അയാൾ മുഅ്മിനാകണം, വലിയ കറകളഞ്ഞ ഒരു മുത്തഖിയായ മനുഷ്യനാവണം എന്നൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഅയ്യിദുല്ലാഹു ദീനഹു, അവന്റെ ദീനിനെ ആ മനുഷ്യനെ കൊണ്ട് സഹായിപ്പിക്കും. വബിഖൗമിൻ, ഒരു ഖൗമിനെ കൊണ്ട്, ഒരു ജനതയെ കൊണ്ട്, ലാ ഖലാഖ ലഹും, അവന് പരലോകത്തിൽ ഒരു വിഹിതം ഉണ്ടാവില്ല, അവൻ പരലോകത്തിൽ വിജയികളുടെ കൂട്ടത്തിലാകണം എന്ന് നിർബന്ധമില്ല, അവനെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന് ഉപകാരം ഉണ്ടാക്കും. എന്നിട്ട് അവിടെ നിന്ന് പറയാ, ദാലിക ദലീലുൻ, ഇതൊരു തെളിവാണ്. എന്തിനുള്ള തെളിവാണ്? നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ടുന്ന ഒരു ഭാഗമാണ്. എന്താണ് അദ്ദേഹം ഇതിൽ നിന്ന് തെളിവ് പിടിച്ചത്? അന്ന നുസ്റത്ത ദീൻ, ഈ ദീനിന് ഉപകാരമുണ്ടാവുക എന്നുള്ളത് ലൈസത് ദലീലൻ അലാ റിളല്ലാഹി അനിൽ അബ്ദ്, അള്ളാഹുവിന്റെ തൃപ്തി ആ മനുഷ്യനുണ്ട് എന്നതിന്റെ തെളിവല്ല. എങ്ങനെ? ഒരു മനുഷ്യൻ, അവനെ കൊണ്ട് ഈ ദീനിൽ ഉപകാരം ഉണ്ടാകും, അവൻ സാമ്പത്തികമായി ഈ ദീനിനെ സഹായിക്കുന്നു, അവൻ ഇസ്ലാം ലോകത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി അവന്റെ സമ്പത്ത് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ അവന്റെ നാവ് ഉപയോഗിച്ച് അവൻ ആളുകളിലേക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്നു, ഇസ്ലാമിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് മാറ്റിക്കൊടുക്കുന്നു. അവന് സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അവന്റെ എഴുത്തിലൂടെ അവൻ ആളുകളിലേക്ക് ഇസ്ലാമിനെ എത്തിക്കുന്നു. ഇനി ഇതൊന്നും കഴിയാത്തവൻ ആരെങ്കിലുമൊക്കെ എഴുതിയതും ആരെങ്കിലുമൊക്കെ പറഞ്ഞതും ആളുകളിലേക്ക് പരമാവധി എത്തിച്ചുകൊണ്ട് ഈ ദീനിനെ എത്തിക്കാൻ, ആളുകൾക്കിടയിൽ എത്തിക്കാൻ സഹായിക്കുന്നു. സാമ്പത്തികമായും ശാരീരികമായും അവന് കഴിയുന്ന രൂപത്തിലൊക്കെ അവൻ ഇസ്ലാമിനെ ആളുകളിലേക്ക് എത്തിക്കാൻ അവൻ സഹായിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ തൃപ്തി അവനിലുണ്ട് എന്നതിന് തെളിവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കാം. ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ് അവിടുന്ന് പറയുക, ലൈസ കുല്ലു മൻ ഖദമ ദീൻ, ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നവൻ, ഈ ദീനിന് സർവീസ് ചെയ്യുന്നവൻ, ഈ ദീനിനെ സഹായിക്കുന്നവൻ,
അതിനൊരിക്കലും ഖദമഹുല്ലാഹ്, അള്ളാഹു അവന് സർവീസ് ചെയ്യുന്നു, അള്ളാഹു അവനെ സഹായിച്ചിട്ടുണ്ട് എന്നതിനൊരിക്കലും തെളിവല്ല. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ ആശയത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടിയുറപ്പിക്കുക. അദ്ദേഹം പറയാം, ഇന്നല്ലാഹ യസ്തഅ്മിലു അഖ്വാമൻ ഫീ ഖിദ്മത്തിദ്ദീനി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സഹായിക്കാൻ, അവന്റെ ദീന് വളരാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പൂർത്തിയാക്കാൻ യസ്തഅ്മിലു അഖ്വാമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും ഉപയോഗപ്പെടുത്തും. അല്ലാഹു പല ആളുകളെയും, പല ജനതകളെയും, പല വിഭാഗങ്ങളെയും ടൂളുകളാക്കും. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൽ ഇരുന്നു കൊണ്ടും മറ്റ് സോഷ്യൽ മീഡിയകളിൽ ഇരുന്നു കൊണ്ടുമൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്ന ആളുകളുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശം പറയുന്ന ആളുകളുണ്ടാകും. വല്ലാതെ കണ്ട് വളരെ അപഹാസ്യമായ രൂപത്തിൽ പരിഹസിക്കുന്ന, മോശം പറയുന്ന ആളുകളുണ്ടാകും. നമ്മുടെ വിചാരം ഇതുകൊണ്ടൊക്കെ ഇസ്ലാം അവസാനിക്കുന്നു, ഇവരൊക്കെ ഈ പറയുന്നത് കൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നു, ഇസ്ലാമിനെ പറ്റി ആളുകൾക്ക് മോശമായ ധാരണകൾ ഉണ്ടാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അറിയുക അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ അള്ളാഹു ആരെയാണ് ഉപയോഗപ്പെടുത്തുക എന്നത്. അത് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹം തുടർന്നുകൊണ്ട് പറയാം, വഹും മക്റൂഹൂന ഇലൈഹി, അള്ളാഹു വെറുക്കുന്ന ഒരു വിഭാഗത്തെ കൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല യസ്തഅ്മിലു അഖ്വാമൻ, അള്ളാഹു ഈ ദീനിനെ സഹായിക്കുക. അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകളെ കൊണ്ടുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സഹായിക്കും. ഏതുപോലെ കമാ യസ്തഅ്മിലു റീഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ ഉപയോഗിക്കുന്നത് പോലെ ഫീ അദാബിഹി വ റഹ്മതിഹി, അള്ളാഹു കാറ്റിനെ ഉപയോഗപ്പെടുത്തുന്നത് റഹ്മത്തായി കൊണ്ടും ശിക്ഷയായി കൊണ്ടുമാകാം. ആ കാറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷക്ക് വേണ്ടിയും ആളുകൾക്ക് റഹ്മത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നത് പോലെ അള്ളാഹു വെറുക്കുന്ന ആളുകളെ കൊണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സഹായിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാധാന്യമുള്ളത് നമ്മുടെ നിയ്യത്തുകൾക്കാണ്. നമ്മൾ എത്ര കണ്ട് ഇഖ്ലാസോടുകൂടിയാണ് ദഅവത്തിനിറങ്ങുന്നത്, നമ്മൾ എത്ര കണ്ട് ഇഖ്ലാസോടുകൂടിയാണ്, ആത്മാർത്ഥതയോടുകൂടിയാണ്, അള്ളാഹുവിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇബാദത്തുകൾക്കും ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ നമുക്ക് എത്ര കണ്ട് ആത്മാർത്ഥതയുണ്ട്, അതിനാണ് പ്രാധാന്യം. ഞാൻ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുകളൊക്കെ നന്നായി, ഞാൻ ഒരുപാട് സന്ദേശങ്ങൾ ആളുകൾക്ക് കൈമാറി, ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ധാരാളം ഹദീസും ഖുർആനും ഒക്കെ ഇട്ട് അതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കാണുന്നുണ്ട്. 500-1000 പേരൊക്കെ എൻ്റെ സ്റ്റാറ്റസുകൾ കാണുന്നുണ്ട്. എൻ്റെ സംസാരം ധാരാളം ആളുകൾ കേൾക്കുന്നുണ്ട്. ധാരാളം ആളുകൾ എന്നിലൂടെ ഒരുപാട് പഠിക്കുന്നുണ്ട് എന്നതൊരിക്കലും അള്ളാഹുവിന്റെ തൃപ്തി എന്നിലുണ്ട് എന്നതിന് തെളിവല്ല. നോക്കൂ, ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാ, ഇന്നല്ലാഹ യുജ്രി അലാ യദയിൽ ഫാജിർ, അതുപോലെ തന്നെ ഒരു ഫാജിറിന്റെ കൈ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ പലതും നടപ്പിലാക്കും. നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഫാജിറിന്റെ, ഒരു മോശക്കാരന്റെ, അള്ളാഹു വെറുക്കുന്ന ആളുടെ കൈകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ പല കാര്യങ്ങളും നടപ്പിലാക്കും. മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ, മിനൽ ഖൈർ, ഖൈറിന്റെ വിഷയത്തിൽ, വലാകിന്നഹു യുജാസിഹി അലാ നിയതി, അള്ളാഹു ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് അവരുടെ നിയ്യത്തനുസരിച്ചായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലങ്ങൾ നൽകുക. അള്ളാഹു ഒരാളെ ഉപയോഗപ്പെടുത്തി ദീനിന്റെ വിഷയത്തിൽ സാമ്പത്തികമായി ഈ ദീനിന്റെ നേട്ടമുണ്ടായി, ഈ ദീനിന് സാമ്പത്തികമായി ഒരാളെ കൊണ്ട് നേട്ടമുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ സമ്പത്ത് ഉപയോഗിച്ച് ഈ ദീനിന് നേട്ടമുണ്ടാക്കി. അതുകൊണ്ട് അയാൾക്ക് പ്രതിഫലം കിട്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് എന്താ? അലാ നിയ്യതിഹി, അത് അവന്റെ നിയ്യത്താണ്. അവൻ എന്ത് നിയ്യത്തുദ്ദേശിച്ചാണോ ഈ ദീനിലേക്ക് സമ്പത്ത് ചെലവഴിച്ചത്, അവൻ എന്ത് നിയ്യത്തുദ്ദേശിച്ചുകൊണ്ടാണോ അവന്റെ നാവിനെ ഈ ദീനിൽ ഉപയോഗപ്പെടുത്തിയത്, അവൻ എന്ത് നിയ്യത്ത് ഉപയോഗിച്ചാണോ അവന്റെ സോഷ്യൽ മീഡിയകളെ അവൻ ഈ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത്, അതനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന് സ്വർഗം നൽകുമോ നരകം നൽകുമോ എന്ന് പറയാൻ കഴിയുക. ചില ആളുകൾ അത് അറിയുക പോലും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. നോക്കൂ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാ, വഖദ് യുസഖിറുല്ലാഹു അഖ്വാമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ജനതയെ കൊണ്ട് ലിനുസ്റത്തിൽ ഹഖ്, ഹഖിന് സഹായം ഉണ്ടാക്കും. ഈ ദീനിന്റെ വിഷയത്തിൽ ധാരാളം സഹായങ്ങൾ ഉണ്ടാക്കും. എന്നിട്ടോ വഹും ലാ യഅലമൂൻ, ആളുകൾ ചിലപ്പോൾ അത് അറിയുന്ന പോലും ഉണ്ടാവുകയില്ല. അള്ളാഹു ചില ആളുകളെ ഉപയോഗിച്ച് ഈ ദീനിനെ സഹായിക്കുമ്പോൾ
ആ ആളുകൾ അത് അറിയുക പോലും വേണമെന്നില്ല. എന്നിട്ടോ വലാ യഖ്സിദൂന ബിദാലിക വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല അവരതൊക്കെ ചെയ്യുക. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നമ്മളിലൂടെ പല കാര്യങ്ങളും ഇവിടെ നടപ്പാകുന്നുണ്ടാകും. നമുക്ക് ധാരാളം ഈ ദീനിനു വേണ്ടി ചെയ്യാൻ കഴിയുന്നുണ്ടാകും. അതൊക്കെ കാണുമ്പോ നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനം തോന്നുക. തരക്കേടില്ല, എന്നെ കൊണ്ട് ആളുകൾ കുറെ പഠിക്കുന്നുണ്ട്, എന്റെ സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ ഈ ദീനിനെ സഹായിക്കുന്നുണ്ടല്ലോ, ഞാൻ കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് വരുന്നുണ്ടല്ലോ, ഞാൻ ഈ സന്ദേശം ഒരുപാട് ആളുകളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നതൊന്നും അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതായി നമ്മൾ ഒരിക്കലും കണക്കാക്കരുത്. നമ്മുടെ ഇഖ്ലാസ് പരിഗണിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പ്രതിഫലം നൽകുക. അള്ളാഹു നമ്മളെ ഉപയോഗിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ് വല്ലാഹു മുത്തിമ്മു നൂരി. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? മുത്തിമ്മു നൂരിഹി, അവന്റെ ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിനെ അള്ളാഹു ഉപയോഗിക്കുക ഒരു മുഅ്മിനിനെ ആവണമെന്നില്ല. അതിന് അള്ളാഹു ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു കാഫിറിനെ ആകാം, തെറ്റുകൾ ചെയ്യുന്ന ഒരു മുസ്ലിമിനെ ആകാം, റിയാ ഉള്ള ഒരു മുസ്ലിമിനെ ആയിരിക്കാം. ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളെ കൊണ്ടും അള്ളാഹു ഈ ദീനിന് സഹായം ഉണ്ടാക്കും. നമ്മൾ ഏത് വിഭാഗത്തിനാണ് പെടേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, ഇത് അവതരിപ്പിച്ചത് ഞാനാണ് എങ്കിൽ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ഞാനിത് ലോകാവസാനം വരെ ഒരിക്കലും അവസാനിക്കാത്ത നിലയിൽ എല്ലാ കാലത്തേക്കും ഇത് സംരക്ഷിക്കുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് ആരുടെ ഹൃദയങ്ങൾ കൊണ്ടാവാം, ആരുടെ നാവുകൾ കൊണ്ടൊക്കെയാകാം. അവരുടെ നാവ് ഉപയോഗിച്ചു, അവൻ ഖുർആനിനെ മനസ്സിലാക്കി, അവൻ ഖുർആനിനെ ആളുകൾക്ക് പറയുന്നു, ഖുർആനിനെ ആളുകളിലേക്ക് എത്തിക്കുക എന്നത് ഒരിക്കലും ആ മനുഷ്യൻ നാളെ സ്വർഗക്കാരനാണ് എന്നുള്ളതിന്റെ തെളിവല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾക്കും മറ്റുമൊക്കെ നമ്മുടെ ഇഖ്ലാസിന് എത്ര കണ്ട് പ്രാധാന്യമുണ്ട്. അത് ഏറെ ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് ഉണ്ടാകേണ്ട തിരിച്ചറിവുകളിൽപ്പെട്ട ഒരു തിരിച്ചറിവാണ് നമ്മളിലൂടെ പലതും നടക്കുന്നു എന്നത്, എനിക്ക് പലതും കഴിയുന്നു എന്നത്, ഞാൻ പലതും ചെയ്യുന്നു, ഞാൻ പലതും നടപ്പിലാക്കുന്നു എന്നത് ഒരിക്കലും അള്ളാഹുവിന്റെ തൃപ്തി നമ്മളിലുണ്ട്, അള്ളാഹു നമ്മളെ കുറിച്ച് സന്തോഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നാളെ എനിക്ക് ഇതിനൊക്കെ എന്തായാലും പ്രതിഫലം കിട്ടും എന്നതിന് തെളിവല്ല. ഇതാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. രണ്ടാമതായി ഒരാൾക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവാണ് ഇഖ്ലാസില്ലാത്ത പ്രവർത്തനം അവൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ എന്തിനെ വിറ്റുകൊണ്ടാണ് എന്തിനെ വാങ്ങുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കണം. അഹ്ലുൽ കിതാബിന്റെ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പരിചയപ്പെടുത്തിയത് ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ. അഹ്ലുൽ കിതാബിന്റെ ആളുകളുടെ കയ്യിലുള്ളത് സത്യമായിരുന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളായിരുന്നു. എന്നാലോ ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ, അവരെന്തിനെ വിറ്റു? അവർ ഹുദയെ, സന്മാർഗത്തിനെ വിറ്റുകൊണ്ട് അവർ വാങ്ങിയത് എന്താ? ളലാലത. വൽ അദാബ ബിൽ മഗ്ഫിറ, മഗ്ഫിറത്തിന് അവർ പകരം വെച്ചത് എന്താ? അല്ലാഹുവിന്റെ അദാബാണ്. ഹുദയെ വിറ്റുകൊണ്ട് ളലാലത്തിനെ വാങ്ങിയ ആളുകൾ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ വിറ്റുകൊണ്ട് പണയം വെച്ചുകൊണ്ട് പകരമായി അദാബ് വാങ്ങിയ ആളുകൾ. സഹോദരങ്ങളെ, നമ്മൾ എന്തിനെയൊക്കെയോ പകരം വെക്കുകയാണ്. ആളുകളുടെ തൃപ്തി ആഗ്രഹിക്കുമ്പോ, ആളുകൾ എന്റെ പ്രവൃത്തി കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പകരം വെച്ചത് എന്താണ്? അതൊരു വലിയ തിരിച്ചറിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 152-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയാ ഫദ്കുറൂനി, ഫദ്കുറൂനി, നീ എന്നെ ഒന്ന് ഓർച്ചാൽ അദ്കുറുക്കും, ഞാൻ നിന്നെ ഓർക്കാൻ തയ്യാറാണ്.
എന്നാണ് അള്ളാഹു നമ്മളെ ഓർക്കും എന്നത് പറഞ്ഞതിന്റെ അതിന്റെ അർത്ഥം എന്താണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഫഇൻ ദക്കറനി, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, എന്റെ അടിമ ദക്കറനി, എന്നെ ഓർത്തു കഴിഞ്ഞാൽ, ഫീ നഫ്സിഹി, അവൻ ഒറ്റക്കുള്ള ഒരു സമയത്ത്, അവൻ ഒറ്റക്കുള്ള, അവൻ മാത്രമുള്ള ഒരു രംഗത്തിൽ അവന്റെ മനസ്സുകൊണ്ട് അവൻ എന്നെ ഓർത്തു കഴിഞ്ഞാൽ, ദക്കർതുഹു ഫീ നഫ്സി, എന്റെ നഫ്സിൽ, എന്നിൽ ഞാൻ അവനെ ഓർക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയും അവനെ ഓർക്കും, പ്രൈവറ്റ് ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഓർക്കും. ഇനി വഇൻ ദക്കറനി ഫീ മലഇൻ, ഇനി ഒരു കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് അവൻ ഓർക്കുന്നത് എങ്കിലോ, ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബ് സംസാരിക്കുന്നവനാണ് എങ്കിലോ, അവന്റെ സോഷ്യൽ മീഡിയകളിലൂടെ അവൻ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രംഗമാണ് എങ്കിലോ, ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്, അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്ന ആളാണ് ഒരു സദസ്സിലെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, അതിനേക്കാൾ എത്രയോ ഖൈറായ ഒരു സദസ്സിലാണ് അവനെ കുറിച്ച് ഞാൻ പ്രസ്താവിക്കുന്നത്, അതിനേക്കാൾ എത്രയോ ഖൈറായ ഒരു സദസ്സ്. സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കുമ്പോൾ, നമ്മുടെ ഖുർആനിന്റെ പാരായണങ്ങളിൽ ആളുകളോട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ജനങ്ങളുടെ തൃപ്തിയുണ്ടല്ലോ, 4-5 ആളുകളുടെ തൃപ്തി, അല്ലെങ്കിൽ ഒരു സദസ്സിലിരിക്കുന്ന 100 പേരുടെയോ 1000 പേരുടെയോ തൃപ്തി, അവരെ കാണിക്കാൻ, അവര് കാണണം, അവര് തൃപ്തിപ്പെടണം എന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ. അവിടെ നമ്മൾ പകരം വെക്കുന്നത് എന്താ? വൽ അദാബ ബിൽ മഗ്ഫിറ, നമ്മളവിടെ പകരം വെക്കുന്നത് അള്ളാഹുവിന്റെ മഹനീയമായ സദസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കുറിച്ച്, ആ ഫുലാൻ, യാ ഫുലാൻ, ആ മനുഷ്യൻ, അവൻ എന്നെ കുറിച്ച് അവനൊരു സദസ്സിൽ പ്രസ്താവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന് ഈ സദസ്സിൽ, ഇതാ ഈ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്കിടയിൽ, മലഇൽ അഅല, ഏറ്റവും ഉന്നതന്മാരായ മലക്കുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പേര് പ്രസ്താവിക്കുമെന്നാണ്, അവനെ കുറിച്ച് പുകഴ്ത്തി പറയുമെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സദസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ആ മലക്കിന്റെ ചെവിയുടെ താഴെ ഭാഗം, ആ ചെവിയുടെ താഴെ ഭാഗം, അവിടെ നിന്നുകൊണ്ട് ആ മലക്കിന്റെ ഷോൾഡർ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 700 വർഷത്തെ വഴിദൂരമാണ്. 700 വർഷത്തെ വഴിദൂരമാണ് ആ ചെവി മുതൽ ഷോൾഡർ വരെയുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ മലക്കിന്റെ വലിപ്പം എത്രയായിരിക്കും? അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകളുള്ള ഒരു സദസ്സിൽ നമ്മുടെ പേര് അള്ളാഹു പ്രസ്താവിക്കുമെന്നാണ്. ആരാണ് മലക്കുകൾ? സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ ലാ യുഫ്തറൂൻ, ഒരിക്കലും ക്ഷീണിക്കാതെ, ഒരിക്കലും പ്രയാസപ്പെടാതെ, ഒരിക്കലും മടി തോന്നാതെ എല്ലാ ദിനരാത്രങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം പ്രകീർത്തിച്ചുകൊണ്ട്, തസ്ബീഹ് ചെയ്തുകൊണ്ട്, അല്ലാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന മലക്കുകൾ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മലക്കുകൾ, ഒരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാത്ത, എപ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ അടിയാറുകളുടെ സദസ്സിൽ നമ്മളെ പറ്റി പറയുന്നതിന് നമ്മൾ പകരം വെക്കുന്നത്, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മളെ ഓർമ്മ പോലും ഇല്ലാത്ത ഏതോ 4-5 ആളുകൾ, ഏതോ 10-200 ആളുകൾ, ഏതോ 1000 ആളുകൾ നമ്മളെ ഓർക്കണം, നമ്മളെ കാണണം, നമ്മളെ തൃപ്തിപ്പെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് പകരം വെക്കുന്നത്? ആരുടെ തൃപ്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല മലഉൽ അഅലയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും മഹനീയമായ സദസ്സിൽ നമ്മുടെ പേര് പറയണം. അതെനിക്ക് വേണ്ട, അത് കുഴപ്പമില്ല, അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെയുള്ള 10 ആളുകളുടെ മുമ്പിൽ എനിക്ക് വലിയ ആളായാൽ മതി, ഇവിടെയുള്ള 50 ആളുകളുടെ മുമ്പിൽ എനിക്ക് വലിയ മനുഷ്യനായാൽ മതി, ഇവിടെയുള്ള 100 കണക്കിന് ആളുകൾ നമ്മളെ കുറിച്ച് തൃപ്തിപ്പെട്ടാൽ മതി, ഇവിടെയുള്ള 1000 ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ മതി, അവർക്ക് നല്ലത് തോന്നിയാൽ മതി. അള്ളാഹുവിന്റെ സദസ്സ് അതെനിക്ക് വേണ്ട. നമ്മൾ പകരം വെക്കുന്നത് എന്താ? അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് പകരം നമ്മൾ വെക്കുന്നത് അള്ളാഹുവിന്റെ കോപമാണ്. അത് പണയം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാവുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമായ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന വിഷയത്തിൽ നമ്മൾ അവിടെ പകരം വെക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് പകരം അള്ളാഹുവിന്റെ മഹനീയമായ സദസ്സിൽ അതിനേക്കാൾ നമ്മൾ പകരം വെക്കുന്നത് എന്താ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടുന്ന് രേഖപ്പെടുത്ത ദിക്റുല്ലാഹി ലിൽ അബ്ദ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയെ കുറിച്ച് ഓർക്കും എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ ദിക്ർ എന്ന് പറയുന്നത് അഅ്ദമു വ അശ്റഫു മിൻ ദിക്രിൽ അബ്ദി ലിറബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു അടിമ ഓർക്കുന്നതിനേക്കാൾ അഅ്ദം, അതിനേക്കാൾ എത്രയോ മഹത്തരമാണ്, അതിനേക്കാൾ എത്രയോ മഹത്തരമാണ്. വ അശ്റഫു, അതിനേക്കാൾ എത്രയോ ആദരണീയമാണ്, എത്രയോ വലിയ മഹനീയമായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലക്കുകളുള്ള ഒരു സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പേര് പറയണം, എന്നെ കുറിച്ച് പ്രസ്താവിക്കണം എന്ന ആഗ്രഹത്തിന് നമ്മൾ പകരം വെക്കുന്നത്, നമ്മൾ ഒരു പക്ഷെ നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കുറിച്ച് ഓർമ്മ പോലും ഉണ്ടാവാനില്ലാത്ത ഏതൊക്കെയോ കുറച്ച് മനുഷ്യന്മാർ നമ്മളെ തൃപ്തിപ്പെടണം, അവരെന്നെ കണ്ടിട്ട് അവരെന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന ആഗ്രഹത്തെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നീയത്തുകൾ എപ്പോഴും ഏറ്റവും പരിശുദ്ധമായ നിലയിലായിരിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളുടെയും തൃപ്തി എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ പറയുന്നത് ഒരാൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഞാൻ ഈ പറയുന്നത് ഒരാളും അംഗീകരിക്കണമെന്ന് എനിക്കില്ല, ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ സംഘടിപ്പിച്ച പരിപാടി ഒരാൾക്കും അതിനോട് താല്പര്യം വേണ്ട, ഒരാൾക്കും അതിനോട് ഇഷ്ടം വേണ്ട. എന്റെ റബ്ബ് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഏഴാനാകാശത്തിന്റെ മുകളിൽ അർശിന്റെ മുകളിൽ എന്റെ പേര് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ തൃപ്തനാണ്, എനിക്കത് മതി എന്ന ഒരു നീയത്തായിരിക്കണം ഏതൊരു പ്രവർത്തനത്തിനും, വിശിഷ്യ ദഅവത്ത് പോലെയുള്ള മേഖലകളിൽ നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നതായിരിക്കാം ഈ ദീനിന്റെ വിജയത്തിനു വേണ്ടി, ഈ ഖുർആൻ ആളുകളിലേക്ക് എത്തുന്നതിനു വേണ്ടി അള്ളാഹു നമ്മളെ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കാം. നമുക്കറിയില്ല. നമ്മൾ എത്ര കണ്ടതിലേക്ക് ചേർന്ന് നിന്ന് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ഉപയോഗപ്പെടുത്തലിനെ നമ്മൾ എത്ര കണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മൾ എത്ര കണ്ട് അതുകൊണ്ട് നേട്ടമുണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലു സ്വാലിഹാത്തുകളെല്ലാം ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ, ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ നീയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ മാതാക്കൾ, നമ്മുടെ പിതാക്കൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ വീണ്ടും അക്രമങ്ങൾ അഴിച്ചുവിടപ്പെടുകയാണ്, വീണ്ടും കൊല നടക്കപ്പെടുകയാണ്, വീണ്ടും വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് യഖീൻ നൽകുമാറാകട്ടെ. അവർക്ക് അതിന്റെ എല്ലാ വിഷയങ്ങളിലും അവർക്ക് ക്ഷമ കൈക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും അവർ നിരാശപ്പെടാതിരിക്കാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ സുജൂദുകളിലും നമ്മുടെ നമസ്കാരങ്ങളിലും ഒക്കെ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ثبت قلوبنا على دينك، ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وأقم الصلاة.